If you want to listen to the video in English, please do turn on the auto dubbing because it's gonna be in Malayalam. Hi guys, girls, everybody. ലാസ്റ്റ് ടൈം ഞാൻ മസ്റ്റ് ഹാവ് തിങ്സ് ടു ഹോസ്റ്റൽ വീഡിയോ ഇട്ടായിരുന്നു. സോ അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നായിരുന്നു, കുറേ ഡൗട്ട്സുകളൊക്കെ ഉണ്ട്. സോ മോസ്റ്റ് ഓഫ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബട്ട് ഇത് മേ ബി ലൈക്ക് സെയിം ഡൗട്ടുകൾ കുറേ ആൾക്കാർക്ക് എന്നും ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ സെയിം സാധനത്തെ പറ്റിയിട്ട്, അതായത് ആ കുട്ടികൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഞാനൊക്കെ ഇവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് സെഷൻ ലൈക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ മോസ്റ്റ്ലി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് തിങ്സ് ആയിട്ട് ലൈക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അബൌട്ട് നഴ്സിംഗ്. ഐ ഹാവ് എ ക്ലിയർ ഡിസ്ക്ലെയിമർ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കോളേജിനെ പറ്റിയോ യൂണിവേഴ്സിറ്റിനെ പറ്റിയോ ഈ ഒരു കോഴ്സിനെ പറ്റിയോ കുറ്റം പറയാനായിട്ട് വന്നതല്ല. ദാറ്റ് ഈസ് ഒരു ഫസ്റ്റ് ഡിസ്ക്ലെയിമർ എനിക്ക് തരാനുള്ളത്. ഐ ആം ജസ്റ്റ് ഷെയറിംഗ് മൈ പേഴ്സണൽ തോട്ട്സ് ആസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തിനൊക്കെ പറ്റിയതാണെന്ന് വെച്ചാൽ ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് നഴ്സിംഗ്. എന്താണ് നഴ്സിംഗ്? ലൈക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ എനിക്ക് ആ ഒരു ബേസിസിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഫസ്റ്റ് ഇയറിൽ എനിക്ക് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, എന്തൊക്കെ ചെയ്യണമായിരിക്കും, നിങ്ങൾക്ക് ഹാർഡ്, ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും, സ്കൂൾ ലൈഫായിട്ടുള്ള ഒരു കമ്പാരിസൺ, പിന്നെ കോളേജ് അക്കാഡമിക്സ് അങ്ങനത്തെ എന്തൊക്കെ ഉണ്ടാവും, പിന്നെ അസൈൻമെന്റ്സ്, ക്ലിനിക്കൽസ് ഉണ്ടാവും, ലോഗ് ഷീറ്റ് എന്താണ്, റിക്വയർമെന്റ്സിന്റെ കാര്യങ്ങൾ, അറ്റൻഡൻസ്, എക്സാംസ്, അങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ചെയ്തതാണ്. ലൈക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത രീതി എന്താണ്, പിന്നെ കോളേജിലെ പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞുതരാം. ആൻഡ് ലൈക്ക് ഐ ഓൾസോ സ്പീക്ക് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് ഫ്രണ്ട്സ് യു വിൽ ഹാവ്. പിന്നെ അറ്റ് ലാസ്റ്റ് ഐ വിൽ ബി ഷെയറിംഗ് അബൌട്ട് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫസ്റ്റ് ഇയർ. പിന്നെ നിങ്ങളോട് ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല. ബട്ട് ഇഫ് യു തിങ്ക് ദാറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, ചേച്ചി പറയുന്നത് നല്ലതാണ്, ലൈക്ക് റിലേറ്റബിൾ ആണ് നിങ്ങൾക്ക് തോന്നിയാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നഴ്സിംഗ് ഇസ് എ വെരി ഗുഡ് കോഴ്സ്. ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, അല്ലാതെ ഒരിക്കലും പറയില്ല. ഞാൻ നഴ്സിംഗ് എടുത്തതിൻ്റെ റീസണും അതാണ്. ഐ റിയലി വോണ്ട് ടു ഗോ അബ്രോഡ്. എനിക്ക് അബ്രോഡ് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് നഴ്സിംഗ് വാസ് മൈ ഫസ്റ്റ് ഓപ്ഷൻ. നോ, നെവർ. നഴ്സിംഗ് ഞാൻ വാശി പിടിച്ച വീട്ടിൽ, എന്നെ കൊന്നാൽ ഞാൻ നഴ്സിംഗിന് പോലെ ഞാൻ വാശി പിടിച്ചോണ്ടിരുന്ന വീട്ടിൽ. ബട്ട് ഫൈനലി ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു നഴ്സിംഗ് സ്കൂൾ. കുറേ പഠിക്കാനുണ്ട്, ബട്ട് കുറേ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. സ്കോപ്പ് ഇസ് വെരി ഹൈ. ഇറ്റ്സ് നോട്ട് സംതിങ് വെരി ഈസി ടു സ്റ്റഡി. ലോകത്തിലൊരു കണക്ക് വെച്ചെടുക്കുന്ന നഴ്സിംഗ് ഇസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് കോഴ്സ് ടു സ്റ്റഡി. ബട്ട് തിയറിറ്റിക്കലി ഇറ്റ്സ് ഈസി എന്നാണ് എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞത്. നിങ്ങൾ ചുമ്മാ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്ന പോലെ നഴ്സിംഗ് എടുത്തു, ഇതിന് സിമ്പിൾ ആയി ഇപ്പോൾ പാസ്സായിപ്പോൾ ഡോണ്ട് തിങ്ക്. ഞാൻ അങ്ങനെ വിചാരിച്ചല്ല കണ്ടുവരുന്നത്. ഞാൻ പ്ലസ് ടുവിൽ ഏറ്റവും പോകൂല എന്ന് പറഞ്ഞ വാശി പിടിച്ചൊരു കോഴ്സ് തന്നെ നഴ്സിംഗ് ആണ്. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു തോട്ട് വന്നാൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് നഴ്സിംഗ് നെവർ പഠിക്കരുത്, കാരണം ഭയങ്കര കഷ്ടപ്പാടാ, പാസ്സാവില്ല, ഭയങ്കര ഇടങ്ങാറാണ്, വർക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു കോഴ്സ് സെലക്ട് ചെയ്തു. ഞാൻ ക്യൂട്ട് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി നിന്ന ടൈമിലാണ് റാൻഡംലി നമ്മ ചോദിക്കുന്നത് നഴ്സിംഗ് നോക്കിയാലോ. ഐ വാസ് ലൈക്ക് ഇല്ലമ്മ, പറ്റില്ല, നോ പറ്റില്ല, ഒരിക്കലും ഞാൻ ചൂസ് ചെയ്യില്ല നഴ്സിംഗ് എന്നാണ്. ബട്ട് ആഫ്റ്റർ ഷി വാസ് ടെല്ലിങ് മീ, എന്നോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ അതിന് ശേഷം ഞാൻ പറയും പുറത്തൊക്കെ പോകണ നല്ല സ്കോപ്പ് കാര്യങ്ങളൊക്കെ എന്നോട് ജസ്റ്റ് അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു എന്തൊക്കെയായിരിക്കും നല്ല സൈറ്റ്സ് എന്ന്. ഫൈനലി ഐ എം ഹിയർ സ്റ്റഡിങ് ഫസ്റ്റ് ഇയർ. നിങ്ങളോട് എനിക്കൊരു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി കോഴ്സ് ഒന്നും എടുത്തില്ലെങ്കിൽ വേറൊരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ നഴ്സിംഗ് എടുക്കാൻ നിൽക്കരുത്. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. ബിക്കോസ് ഞാൻ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല നഴ്സിംഗ് എടുത്തത്. ഐ ടുക്ക് മൈ ഓൺ ഡിസിഷൻ. യു ഹാവ് ടു ബി മെന്റലി പ്രിപ്പയർഡ് ടു വാട്ട് എവർ കംസ്. ലൈക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും. ലൈക്ക് വീട് വിട്ട് നിൽക്കുന്നതായാലും പഠിക്കാനുള്ളതായാലും എന്തായാലും നിങ്ങൾക്ക് കുറേ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ലൈക്ക് ഒരു ടോട്ടൽ ഷിഫ്റ്റാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഇത്രയും നാൾ നടന്ന പോലെ ആയിരിക്കും, കാലം നടന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ് ടു ഇറ്റ് ഹാസ് ഹാപ്പൻ ടു മീ. നിങ്ങൾക്ക് പഠിക്കാൻ സ്കൂൾ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ പ്ലസ് 1 പ്ലസ് 2 ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക് അനാട്ടമി ഫിസിയോളജി പഠിച്ചു, ബേസിക് ബോഡി ഫംഗ്ഷൻസ്, പിന്നെന്താ കെമിക്കൽ റിയാക്ഷൻസ്, ഓരോ ബോണിൻ്റെ എന്തൊക്കെ പേര് എല്ലാം നമ്മൾ പഠിച്ചു. കെമിസ്ട്രി, ഫിസിക്സ് ആയാലും എന്തായാലും. ഐ ഡോണ്ട് തിങ്ക് ഫിസിക്സിൻ്റെ ഒരു ആവശ്യം നഴ്സിംഗിൽ വരുന്നില്ല. ഫസ്റ്റ് ഇയറിലൊന്നും ഞാൻ ഫിസിക്സ് ഒന്നും കണ്ടിട്ടില്ല. ബട്ട് കെമിസ്ട്രി ആവശ്യമുണ്ട്. ഇവിടെ വരുമ്പോൾ അനാട്ടമി ഫിസിയോളജി വരുമ്പോൾ ഒരു ഗ്ലാൻഡ്, ഇപ്പം തൈറോയിഡ് ഗ്ലാൻഡ് എടുക്കുക. ആ തൈറോയിഡ് ഗ്ലാൻഡിന്റെ വെയിൻസ്, ബ്ലഡ് സപ്ലൈ, ഏതൊക്കെ ഓർഗൻസ് ആയിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള അതൊക്കെ പഠിക്കണം. പിന്നെ സ്ട്രെസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം മെന്റലി പ്രിപ്പയർഡ് ആണോ അതുപോലെ ഇരിക്കും നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാട്ടമി ഫിസിയോളജി ഉണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ അനാട്ടമി ഫിസിയോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻസ് പാർട്ട് 1, പിന്നെ സോഷ്യോളജി, സൈക്കോളജി ഉണ്ടാവും. ഈ ഒരു 4 സബ്ജക്ട്സ് ആണ്, 4-5 ഈ സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക. അനാട്ടമി ഫിസിയോളജി ഒരുമിച്ചായിരിക്കും എക്സാം ഉണ്ടാവുക. സോഷ്യോളജി, സൈക്കോളജി ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് വരാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ബയോ കെമിസ്ട്രി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും എക്സാം, ഒരു പേപ്പർ ആയിരിക്കും. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻസ് 1, നഴ്സിംഗ് ഫൗണ്ടേഷൻസ് 2. ഇത് ഫസ്റ്റ് സെമിനുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻസ് 1ഉം സെക്കൻഡ് സെമസ്റ്ററിലെ 2ഉം ഒരുമിച്ചായിരിക്കും എക്സാം. പിന്നെ എനിക്കുള്ളതാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്. ഇതിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഹെൽത്ത് ഇൻഫോർമാറ്റിക്സും എന്താണ് ഇന്റേണൽ എക്സാംസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റി അല്ല നടത്തുന്നത്, കോളേജ് ആയിരിക്കും നടത്തുന്നത്. കോളേജ് ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാർക്കിന്റെ ഫുൾ കൺട്രോൾ ഉണ്ടാവുക. ഓൾസോ ഞാൻ ഇപ്പോൾ തമിഴ്നാട് MGR യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണുള്ളത്. സോ ഞാൻ അത് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ ടോട്ടൽ 38 വേണം. ഔട്ട് ഓഫ് 100 എന്ന് തോന്നുന്നു. ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് 38 വേണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഈ സബ്ജക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ പറ്റി തന്നെ പറയാം. ബിക്കോസ് ദാറ്റ്സ് വെരി ഈസി. നോർമലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന സംഭവമാണ്. അത് കോമൺ ആയിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് ഡിസ്റ്റിങ്ഷൻ വരെ കിട്ടും. തമിഴ്നാട് യൂണിവേഴ്സിറ്റി എഴുതാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഇസ് സോ ഈസി എന്നാണ് ഞാൻ പറയുള്ളൂ. ഇവിടുത്തെ ഗ്രേഡിംഗ് സിസ്റ്റംസ് നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. അനാട്ടമി ഫിസിയോളജി ഈ പറഞ്ഞ പോലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, പഠിച്ചോളാം. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാൻ നിൽക്കണ്ട. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈ വരുന്ന 4 വർഷത്തേക്കുള്ള ഏതൊരു സബ്ജക്റ്റ് ആയാലും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാണ്ട് നിൽക്കുക. ഓക്കെ, പ്ലീസ് ഡു ദാറ്റ് ഫോർ മീ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രശ്നം പറ്റിയിട്ടുള്ള ആ ഒരു ഭാഗത്താണ്. അനാട്ടമി ഫിസിയോളജി ഇസ് പഠിച്ചാൽ നിങ്ങൾക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, എനിക്ക് ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടൊന്നും ഇഷ്ടമില്ല, അല്ലാണ്ട് ആനിമൽ വൈസ് എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ബയോളജിക്ക് വലിയ അടങ്ങാറുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സെമസ്റ്ററിൽ എനിക്കൊന്ന് B+ കണ്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞു, ഞാൻ ഓൾറെഡി ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഡു നോട്ട് ജഡ്ജ് മീ. പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് കുറച്ച് എനിക്ക് മനസ്സിലാക്കി എനിക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആകെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ വെയിൻസിൻ്റെയും പേരൊക്കെ കുറച്ച് മനസ്സിലാക്കിയെടുക്കും. പിന്നെ ഓരോ ബോണിൻ്റെ പേര്, ഇതിൻ്റെയൊക്കെ പേര് ഇന്റർകാർപ്പൽസ് എന്നൊക്കെയാണ്, മറന്നു കിട്ടും. അങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ പഠിച്ചിരിക്കണം. അത് മാത്രമേ കുറച്ച് കടുപ്പുണ്ടാവുള്ളൂ. ഫിസിയോളജി അനാട്ടമിയിൽ നിങ്ങൾ ബോണും ഒരു പാർട്ട് പഠിക്കുന്നെങ്കിൽ ഫിസിയോളജിയിൽ അതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിക്കുക. അതായത് തൈറോയിഡ് ഗ്ലാൻഡ്, അനാട്ടമിയിൽ നിങ്ങൾ അതിന്റെ വെയിൻ സപ്ലൈ, അതിന്റെ ഷേപ്പ്, ഏതൊക്കെ ഓർഗനാണത് എന്താ ബ്ലഡ് കൊടുക്കുന്നത്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിട്ട് ചോദിക്കുക. ഫിസിയോളജിയിൽ വരുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, തൈറോയിഡ് ഗ്ലാൻഡിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് വേറെ ഓർഗൻസിനെ ഹെൽപ്പ് ചെയ്യുക, എന്തൊക്കെ ഹോർമോണാണ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഫിസിയോളജിയിൽ നിങ്ങൾ പഠിക്കുക. രണ്ടും സെയിം സംഭവങ്ങളാണ് പഠിക്കുക. ബട്ട് ഒന്നിൽ ഫംഗ്ഷൻസും ഒന്നിൽ അതിന്റെ റിലേഷൻസും ബ്ലഡ് സപ്ലൈ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. സോഷ്യോളജി, സൈക്കോളജി ഈ സംഭവങ്ങൾ കഥയാണ്, കഥ എഴുതാനുള്ള സബ്ജക്റ്റുകളാണ്. ഇതിന്റെ അനാട്ടമി ഫിസിയോളജി നിങ്ങൾ കണ്ടന്റ് കൂട്ടാൻ നോക്കുകയാണെങ്കിൽ മറ്റതിൽ നിങ്ങൾക്ക് കഥ എഴുതി പാസ്സാകും. ഞാനൊക്കെ സോഷ്യൽ സൈക്കോളജി ഞാൻ പഠിച്ചില്ല കേട്ടോ, സത്യം പറയാം. എനിക്ക് എങ്ങനെ പാസ് ചെയ്യാൻ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കഥ എഴുതാൻ കഴിയുണ്ട് നിങ്ങൾക്ക് അനാട്ടമി കഥ എഴുതാൻ കഴിയുണ്ട് നിങ്ങൾക്ക് സോഷ്യോളജി, സൈക്കോളജി പാസ്സാകും. ബട്ട് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞാൽ മാത്രമേ കഥ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻസ്. നഴ്സിംഗ് ഫൗണ്ടേഷൻസ് എളുപ്പമാണ്, പക്ഷേ അല്ല. എനിക്കും നഴ്സിംഗ് ഫൗണ്ടേഷൻസ് ഓക്കെയാണ്. കുറച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻസ് നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ ഡയറക്റ്റ് റിലേറ്റ് ചെയ്യണം. അതായത് വാർഡിലൊക്കെ പോകുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻസ് എന്തായാലും പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്ട്സ് ആണ് ബയോകെമിസ്ട്രി. എനിക്ക് കെമിസ്ട്രി അറിയില്ല, സോ ബയോകെമിസ്ട്രി ഞാൻ ഇത്രയും ദിവസം പഠിച്ചു തുടങ്ങിയിട്ടില്ല, എന്താവുമെന്ന് എനിക്കറിയില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. ബയോകെമിസ്ട്രി നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓരോരോ ടെസ്റ്റുകൾ, ടെസ്റ്റിന്റെ റിസൾട്ടുകൾ, എങ്ങനെയാണ് ടെസ്റ്റിൽ ഓരോ സൈക്കിൾസ്, ഗ്ലൈക്കലൈസിസ്, ബോഡിയിൽ എങ്ങനെ ഗ്ലൈക്കലൈസിസ് ഒക്കെ സംഭവിക്കുന്നത്, കുറെ അങ്ങനത്തെ കുറച്ച് മെറ്റബോളിസം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് ബയോകെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഐ തിങ്ക് പഠിച്ചെടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വളരെ എളുപ്പമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. നമ്മൾ ഫുഡിന്റെ വൈറ്റമിൻസ് എന്തൊക്കെയാണ്, വൈറ്റമിൻസ് കൊണ്ട് എന്തൊക്കെ ഡെഫിഷ്യൻസി വരും, എന്തൊക്കെ അസുഖങ്ങൾ ചില വൈറ്റമിൻസ് കുറഞ്ഞാൽ വരും, പിന്നെ എന്തൊക്കെ വൈറ്റമിൻസ് ബോഡിക്ക് എസെൻഷ്യൽ ആണ്, പിന്നെ ഓരോ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് മെനു പ്ലാൻ ചെയ്യുക, എന്തൊക്കെ ഫുഡ് ഒരു പേഷ്യന്റിന് അവോയ്ഡ് ചെയ്യണം, ഓരോ ഡിസീസ് കണ്ടീഷന് അനുസരിച്ചുള്ള പേഷ്യന്റ് എന്ത് ഫുഡ് കൊടുക്കാം, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അത് നമ്മൾ നോർമൽ ഫുഡുകളെ പേര് ചെയ്താലും നമുക്ക് എളുപ്പമാണ് പഠിച്ചെടുക്കാൻ. എനിക്ക് എൻ്റെ ന്യൂട്രീഷൻ ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ന്യൂട്രീഷനെ കൊണ്ട് വലിയ ഇടങ്ങാറില്ല. ഫസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും പഠിക്കുമ്പോഴും ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ടീച്ചർ നിങ്ങൾ ഇഷ്ടപ്പെടാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നെക്സ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നഴ്സിംഗും സ്കൂൾ ലൈഫായിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് തരാം. സ്കൂളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളും സ്പൂൺ ഫീഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നഴ്സിംഗ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഉണ്ടാവില്ല അധികം സ്ഥലത്തും. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തരുന്നൊന്നുമില്ല. ഞാൻ അക്കോർഡിംഗ് ടു മീ ഫസ്റ്റ് ഇയറിൽ പല കാര്യങ്ങളും ഞങ്ങൾ സ്വന്തമായിട്ട് അറിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല, ഒന്നും ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു, മറ്റുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുത്തതാണ്. ദേ ജസ്റ്റ് ടീച്ച് യു, വേണ്ട കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ പഠിപ്പിക്കും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റൻസ് തരും. പക്ഷേങ്കിൽ ഞാനൊക്കെ ഫസ്റ്റ് സെം കൂടുതലും പ്രീവിയസ് ക്വസ്റ്റൻസ് വെച്ചിട്ട് നോക്കി പഠിച്ച് വേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചതാണ്. ലൈക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ സ്കൂൾ ലൈഫിലുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ലൈഫ് വാസ് വെരി ഈസി ഓണസ്. അതുപോലെ ആയിരിക്കില്ല കോളേജ് നിങ്ങൾ നോർമൽ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് മൈറ്റ് ബി നിങ്ങൾക്ക് നല്ല കോളേജ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് നഴ്സിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ കോളേജ്. എന്താ പറയുക, ഈസി ഗോയിങ് ആയിരിക്കണം എന്നില്ല. ചില ദിവസം നിങ്ങൾക്ക് തോന്നും, അയ്യോ എന്തിനാ ഞാൻ ഈ കോഴ്സ് എടുത്തത്, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, എനിക്ക് പറ്റില്ല ഇവിടെ നിൽക്കാൻ, എനിക്ക് മടുത്തു, അങ്ങനെയൊക്കെ തോന്നും. എന്തിനാ ഞാൻ ഈ കോഴ്സ് എടുത്തത്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് തിരിച്ചു പോകണം, വീട്ടിൽ പോകണം, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പോകാം, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ബട്ട് ട്രസ്റ്റ് മീ, യു ക്യാൻ ഡു ദിസ്. എനിക്ക് പറ്റി. അതായത് ഫസ്റ്റ് ഇയറിൽ ഞാൻ പാസ്സായത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. പക്ഷേങ്കിൽ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഐ ട്രസ്റ്റ് ഇൻ യു. പിന്നെ പ്ലസ് 1 പ്ലസ് 2 കോപ്പിച്ച് നടന്ന ആൾക്കാരോട് എനിക്ക് കാര്യം പറയുന്നുണ്ട്. കോളേജിൽ എത്തുമ്പോൾ ദയവ് ചെയ്തത് നിങ്ങൾ നിർത്തിക്കോളാം. കാരണം ഇവിടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് ചുമ്മാ ഒരു പേപ്പർ പാസ്സാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണം, കോഴ്സ് തീർക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഡയറക്റ്റ് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകണം, കെയർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അയാളെ പറ്റി ബേസിക്കലി നമുക്ക് കാര്യമാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടാവണം. ഇത്രയും കാലം കോപ്പിച്ച് തന്ന ആൾക്കാർ ഇനിയെങ്കിലും അത് നിർത്താൻ നോക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ കോപ്പിക്ക് നിർത്താൻ എന്ത് തട്ടിക്കൂട്ടി ആൽക്കുലത്ത് പരിപാടിയൊന്നും കുഴപ്പമില്ല. പക്ഷേ സെമസ്റ്റർ എക്സാമിനൊന്നും നടക്കില്ല. യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആണെങ്കിൽ ഇവിടെ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ഹോളിലുള്ള
CCTV വിഷ്വൽസ് യൂണിവേഴ്സിറ്റിക്ക് സെൻഡ് ചെയ്യും. സോ എങ്ങാനും ഒരാൾ എന്തെങ്കിലും പണി ഒപ്പിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കോളേജിനെയും തോക്കും, കുട്ടീനെയും തോക്കും, ഡീബാറും ചെയ്യും. ഇറ്റ് ഈസ് വേ മോർ സ്ട്രിക്ട് ദാൻ കേരള. എങ്കിൽ ദേ ഗിവ് സോ മച്ച് ഇമ്പോർട്ടൻസ് ടു ദ കുട്ടി. കുട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. കുട്ടി നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് വരണം, നല്ലൊരു പെർഫെക്റ്റ് ആളായിട്ട് വരണം ഇവിടെ ഇതാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ നമ്മളെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഇവിടെ നമുക്ക് വേണം സ്ട്രെസ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് വിൽ ബി വെരി ഹാർഡ്. കാരണം നമ്മളിപ്പോൾ സെമസ്റ്റർ ബാച്ച് ടൈം തീരെ കിട്ടില്ല. ഇറ്റ്സ് നമ്മൾ അതാണ് ഞാൻ പറയുന്നത്, ലാസ്റ്റ് മിനിറ്റിൽ ഒരിക്കലും നിങ്ങൾ വെക്കരുത് പഠിക്കാൻ. ആദ്യം തന്നെ കുറച്ച് പഠിക്കും. യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് പഠിച്ച് വെക്കുക, കുറച്ച് പഠിച്ച് വെക്കുക. ഫുള്ളൊന്നും പഠിക്കണം ഞാൻ പറയുന്നത്, കുറച്ചെങ്കിലും ഒന്ന് പഠിച്ച് വെക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടി ക്ലൗഡായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, ഒന്ന് ലാസ്റ്റ് മിനിറ്റിലേക്ക് ക്ലംപ് ചെയ്ത് വെക്കാതെ കുറച്ച് ആദ്യം തന്നെ എന്തെങ്കിലും കുറച്ച് പഠിച്ച് വെക്കുക. ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസോ, ഒരു പരീക്ഷയ്ക്ക് 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് യൂണിറ്റ് ടെസ്റ്റിനെ, നിങ്ങൾ അതിലൊരു 3, 2, 4 കുറച്ച് പഠിച്ചു വെക്കാം. അതാകുമ്പോൾ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും അത്രയ്ക്ക് ലോഡ് ഉണ്ടാവില്ല. ബാക്കി 7, 5 നിങ്ങൾക്ക് പഠിച്ചാൽ മതി. എക്സാമിന്റെ തലേദിവസം അല്ലെങ്കിൽ എക്സാമിന്റെ 2 ദിവസം മുമ്പ് പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും ഫെയിൽ ആവും. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ഞാൻ ഫെയിൽ ആകും. അതുകൊണ്ട് 1-2 ആഴ്ച കിട്ടുന്ന ആ ടൈമിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ. പഠിക്കാൻ കുറേ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലൊക്കെ വളരെ കുറവാണ്. ഫസ്റ്റ് ഇയർ കമ്പാരിറ്റീവ് ബാക്കി ഇയർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ചുകൾ പഠിക്കാൻ. അങ്ങോട്ടേക്ക് സെക്കൻഡ് ഇയർ ഭയങ്കര ടഫാണ്. ഫാർമക്കോളജി, ജെനറ്റിക്സ്, എവല്യൂഷനോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ടഫാന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ സെക്കൻഡ് ഇയറിന്റെ എക്സ്പീരിയൻസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു കോളേജ് ആൻഡ് അക്കാഡമിക്സ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് കോളേജിലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് പോലെ ആയിരിക്കും. സോ എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ പറയാൻ പറ്റില്ല. ഒരു പോയിന്റ് എൻ്റെ കോളേജിനെ പറ്റി അറിയാൻ വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നതിനെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് പരിപാടി കിട്ടി. നഴ്സിംഗ് കോളേജിൽ അങ്ങനെ പരിപാടിയൊന്നും കിട്ടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒന്നിനും സമ്മതിക്കത്തില്ല, ഭയങ്കര മൂടി പൊച്ച ജീവിതമൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേങ്കിൽ മൈ കോളേജ് ഇസ് വെരി ഗുഡ് അബൌട്ട് ദാറ്റ്. എനിക്ക് വേണമെന്ന് വിചാരിച്ച പരിപാടിയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്ന അത്ര ലീവ് കിട്ടില്ല, അതൊരു കാര്യമാണ്. ബിക്കോസ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ലീവ് വേണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ അധികം തന്നെ വീട്ടിൽ പോകുന്ന ഒരാളാണ്. സോ എനിക്ക് വലിയ കുഴപ്പം വന്നിട്ടില്ല. പക്ഷേങ്കിൽ എക്സാം ടൈമിലൊന്നും ഞങ്ങൾ വീട്ടിൽ വിട്ടിട്ടില്ല കേട്ടോ. സോ കാരണം ഇവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു തോട്ടിൽ വെച്ചിട്ട് ഇവിടെ തന്നെ നിർത്തിക്കും. വീട്ടിൽ പോയാൽ എന്തായാലും ഞാൻ പഠിക്കില്ല. സോ എനിക്ക് അതിനെപ്പറ്റി ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. കുറച്ച് ആ ഒരു നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് ക്ലൗഡ് ചെയ്ത് വെക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം എൻജോയ്മെന്റ് ഒക്കെ വേണ്ടത് കിട്ടും. 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്തായാലും. ഈ 4 വർഷം മാത്രമല്ല പഠിക്കുക. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. അതായത് ഹോസ്പിറ്റൽസ് നടത്തുന്ന ക്ലാസ്സസ്. എൻ്റെ ഹോസ്പിറ്റലൊക്കെ നഴ്സുമാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സെഷൻസ് വെക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് നഴ്സുമാർ ക്ലാസ്സിനൊക്കെ പറഞ്ഞിട്ട് സെമിനാറിനൊക്കെ പോകുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് യു നോ അബൌട്ട് മൈ ഹോസ്പിറ്റൽ. എനിക്ക് ബാക്കിയുള്ള ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് മൈ ഹോസ്പിറ്റൽ ഹാസ് ദാറ്റ്. ഐ മീൻ ലൈക്ക് എൻ്റെ കോളേജ് ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് വെരി ഗുഡ് തിങ്. സോ നമ്മളൊന്നും മറന്നു പോയില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. എപ്പോഴായാലും പഠിക്കേണ്ട കാര്യം ഒരിക്കലും ലാസ്റ്റ് മിനിറ്റിൽ വെക്കണം. എൻജോയ്മെന്റ് മുമ്പിൽ വെക്കാൻ പാടില്ല. നിങ്ങളിവിടെ പഠിക്കാൻ വന്നേക്കാണ്. ഞാൻ ഉപദേശിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങളൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനനുസരിച്ചുള്ള എല്ലാ അറിവുകളും നിങ്ങൾക്ക് വേണ്ടതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് അസൈൻമെന്റ്സ്. അസൈൻമെന്റുകളുടെ കാര്യം പറ്റി പറയുകയാണെങ്കിൽ വലിയ ഇടങ്ങാറില്ല. അസൈൻമെന്റ്സ് ഒന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള അസൈൻമെന്റ്സ് ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ നിങ്ങളുടെ പ്രസന്റേഷൻ അടിപൊളിയായിരിക്കണം. അതായത് നിങ്ങൾ എങ്ങനെ നിങ്ങളെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന അത്രത്തോളം ടീച്ചേഴ്സിന് നിങ്ങൾ ഇത് കൊള്ളാലോ, ഈ കുട്ടി നല്ലോണം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ തരും. ഇവിടെ പ്രസന്റേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളുടെ എക്സാം പേപ്പർ ആണെങ്കിലും അസൈൻമെന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും പ്രസന്റേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എക്സാം ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേപ്പറിൽ കളർ മാർക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ബ്ലൂ, ബ്ലാക്ക്, പിന്നെ വയലറ്റ്, ഈ 3 കളേഴ്സ്. അതും എനിക്ക് ടൈം മതിയാവാത്തതുകൊണ്ട് ഞാൻ വയലറ്റ് പെയിന്റ് കൂടുതൽ യൂസ് ചെയ്യാം. ബ്ലാക്കും ബ്ലൂവും മാത്രമായിട്ട് ഇതാക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഡിജിറ്റൽ കറക്ഷനാണ് ഇവിടെ നമ്മൾ, അതായത് നമ്മുടെ പേപ്പർ ഡയറക്റ്റ് അവർക്ക് കഴിക്കത്തില്ല. പകരം എന്താണ് ടാബിലാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ള സത്യാവസ്ഥ അറിയില്ല. സോ സ്കാൻ ചെയ്യുമ്പോൾ എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. സോ എന്തുകൊണ്ടാണ് കളർ പെൻ യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോൾഡ് പെന്നുകൊണ്ട് എഴുതും, പിന്നെ ബോൾഡ് അല്ലാത്ത ലൈക്ക് സ്ലിം പെന്നുകൊണ്ട് എഴുതും. സോ അതാകുമ്പോൾ നമുക്ക് ഹെഡിങ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, കളർ ഡിഫറൻസ് വന്നിട്ടില്ലെങ്കിലും. സോ ഐ തിങ്ക് 2 ചെയ്താലും ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ യു ഫോർ പ്രസന്റിങ് യുവർ പേപ്പർ. നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ നന്നാക്കാൻ നോക്കുക. ബിക്കോസ് പ്രസന്റേഷനാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന കണ്ടിന് ശ്രദ്ധിക്കും, ബട്ട് പ്രസന്റേഷൻ ഇസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വലിയ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് കെയർ പ്ലാൻ എഴുതാനൊന്നും, ജസ്റ്റ് നിങ്ങൾ സിമ്പിളായിട്ട് കെയർ പ്ലാൻ ഉള്ളൂ. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഒരു കെയർ പ്ലാൻ ഒക്കെ എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനെക്കാളും കൂടുതൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ സ്പീക്കിംഗ് ഓഫ് വിച്ച്, ക്ലിനിക്കൽസ്, റിക്വയർമെന്റ്സ്, ലോഗ് ഷീറ്റ്, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്ലിനിക്കൽസ് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകും. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടാകുന്ന പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ 1.5 മാസം 6 വീക്സോ അങ്ങനത്തെ കണ്ടാണ്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ പ്രൊസീജിയേഴ്സിന്റെ അളവ് കുറവാണ് കമ്പയറിംഗ് ടു ഫസ്റ്റ് സെമസ്റ്റർ. ഇത് ചില കോളേജിലേക്ക് ഒരുമിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിന്റെ അവസാനം ആയിരിക്കും. എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം കോളേജ് എനിക്ക് ഇവിടെ രാവിലെ 7 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. ആ ഡ്യൂട്ടി ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാവും. നമുക്ക്
റിക്വയർമെന്റ്സ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുക്ക് ഉണ്ടാവും. ആ ബുക്ക് ഞങ്ങളുടെ കയ്യിൽ തരില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. സോ INC വീട്ടിൽ തമിഴ്നാട് നഴ്സസ് മിഡ്വൈഫ് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗ് ബുക്ക് ഉണ്ടാവും. ആ ലോഗ് ബുക്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇത്ര ലിസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കോമൺ പ്രൊസീജിയേഴ്സ്. ചിലത് സ്റ്റാർഡ് ആയിരിക്കും, അതായത് ചിലത് നിങ്ങൾക്ക് വൈവ മാത്രം അറ്റൻഡ് ചെയ്ത് സൈൻ മേടിക്കാം. ചിലത് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ക്ലിനിക്കൽസിന് പോകുമ്പോൾ നിങ്ങൾ അത് ചെയ്ത് സൈൻ മേടിക്കണം. ടീച്ചറിന്റെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തു എന്ന് നിങ്ങൾ അതിനെ പറ്റി വൈവ അറ്റൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യാം, സൈൻ മേടിക്കണം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഫസ്റ്റ് ഇയറിന്റെ അവസാനം വരുന്നത് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരുമിച്ച് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് വരിക. ഫസ്റ്റ് സെമസ്റ്ററിൽ പ്രാക്ടിക്കൽ എക്സാം ഇല്ല, പക്ഷേ നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഫുള്ള് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അപ്പം തന്നെ തീർക്കണം. സൈന് മേടിച്ച് എന്താ നിങ്ങൾ ലോ ബുക്ക് കംപ്ലീറ്റ് ആക്കി വെക്കണം. ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങനെയാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ എവറി കോളേജസ്. ഡ്യൂട്ടിക്ക് പോകുന്നത് കഷ്ടപ്പാടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്നത് ആ ഒരു 3 മാസം നിങ്ങൾക്ക് എന്തായാലും കഷ്ടപ്പാടായിരിക്കും. ബിക്കോസ് എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ എണീച്ച് ഒരു ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് നിൽക്കുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ നമ്മൾ ആലോചിക്കണം എന്താണ് ഇനി മുതൽ നമ്മൾ അങ്ങോട്ടേക്കുള്ള ജീവിതം ആസ് എ നേഴ്സ് ഇങ്ങനെയാണ്, നമ്മളുടെ ജോലി ഇതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് വോണ്ട് ബി എ ഡിഫിക്കൽട്ട് തിങ് ഫോർ യു. പിന്നെ ലോഗ് ഷീറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾ എക്സാം എഴുതാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ മെനക്കെടണം. നിങ്ങൾ ഓരോ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഡോക്യുമെന്റേഷൻ വാങ്ങിച്ച് ടീച്ചേഴ്സിന്റെ ബാക്കിൽ വൈവ അറ്റൻഡ് ചെയ്യാൻ നിന്ന് വൈവക്ക് നിങ്ങൾക്ക് സൈൻ കിട്ടിയാൽ മാത്രമേ ലോഗ് ബുക്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് തരത്തുള്ളൂ. സോ കുറച്ച് കഷ്ടപ്പാടാണ്, ബട്ട് എന്താ പറയുക, ഈ ലോഗ് ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ നടക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് പഠിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. പിന്നെ സ്പീക്കിംഗ് ഓഫ് അറ്റൻഡൻസ്, നിങ്ങൾ തമിഴ്നാട്ടിൽ വെച്ച് നോക്കുന്നതാണെന്ന് തോന്നുന്നു. ക്ലിനിക്കൽസ് നിങ്ങൾക്ക് 100% അറ്റൻഡൻസും തിയറി ക്ലാസ്സസിന് 80% അറ്റൻഡൻസും വേണം. പക്ഷേ ഞങ്ങളുടെ കോളേജിൽ 2നും 100% അറ്റൻഡൻസ് ആണ്. ഒരു കമന്റ് ഉണ്ടായിരുന്നു നാട്ടിലെ അറ്റൻഡൻസിന്റെ റിലേറ്റഡ്. എനിക്ക് അതിനെപ്പറ്റി ക്ലിയർലി ഒരു ഐഡിയ ഇല്ല, ബട്ട് ഐ ഹാവ് എ ഫ്രണ്ട് ഇൻ കേരള. അവള് പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ടീച്ചേഴ്സ് അറ്റൻഡൻസ് ഒരുമിച്ച് അങ്ങ് ഇട്ട് തരും. അറ്റൻഡൻസ് കുറവാണെങ്കിൽ എൻ്റെ കോളേജിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ എത്ര അവേഴ്സ് ലീവ് എടുത്തിട്ടുണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ അവേഴ്സ് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യും. അതായത് ക്ലിനിക്കൽസിൽ പോയിട്ടോ ലൈബ്രറി പോയിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിനിക്കൽസ് നിങ്ങൾ ലീവ് എടുത്തിട്ട് ആ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താക്കും, ക്ലിനിക്കൽസ് പോയിട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടി ഇടാം. അങ്ങനെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. സോ ആ അറ്റൻഡൻസ് റീസ്റ്റോർ ആവും. നിങ്ങൾ ലീവ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് റീസ്റ്റോർ ആവും. സോ നിങ്ങൾക്ക് 100% അറ്റൻഡൻസ് കിട്ടും. പിന്നെ എന്താ തിയറിന്റെ ബേസിലും സെയിം വൈസാണ്. കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ടീച്ചേഴ്സ് ഇട്ട് തരും. കോമ്പൻസേഷൻ്റെ കാര്യം എനിക്ക് അറിയില്ല. കുറേയൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ആക്ടിവിറ്റീസും അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ മോസ്റ്റ് ടീച്ചേഴ്സ് ഇട്ട് കൊടുക്കും എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയില്ല, ബട്ട് ഐ സ്റ്റിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്തേ ഉള്ളൂ. വേറൊരു കമന്റ് വന്നതെന്ന് വെച്ചാൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം ഒരുമിച്ച് കൂട്ടി വെക്കാണ്ട് ആദ്യം തന്നെ കുറച്ച് പഠിക്കാൻ തുടങ്ങാം. എക്സാമിന് 2-3 ദിവസം മുമ്പ് പഠിക്കാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പ് പഠിച്ചു തുടങ്ങാം. പിന്നെ ക്ലിനിക്കൽസിന് പോകുമ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കത് ശീലമായിക്കോളും. ബിക്കോസ് ദിസ് ഈസ് അവർ പ്രൊഫഷൻ. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബി അറൌണ്ട് പീപ്പിൾ ദാറ്റ് യു ഫീൽ ആർ ഗുഡ് വിത്ത്. എനിക്ക് അതാണ് മെയിൻലി പറയാനുള്ളത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് പോലെ ഇരിക്കും നിങ്ങൾ എങ്ങനെ ഉണ്ടാവാന്ന്. ബി അറൌണ്ട് ഗുഡ് പീപ്പിൾ ദാറ്റ് യു ഫീൽ ആർ ഗുഡ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ മോസ്റ്റ്ലി റിക്വയർമെന്റ്സ് ഒക്കെ തീർക്കാൻ തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോസ്റ്റിംഗ് കൂടുതൽ ഒരുമിച്ചുണ്ടാവാറ്. ഞങ്ങൾ കൂടുതൽ ഒരുമിച്ച് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രൊസീജിയേഴ്സ് തീർക്കും. എന്നിട്ട് അവൾ വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവൾ എന്നെ വിളിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് പോയിട്ട് വൈവ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് വേഗം പ്രൊസീജിയേഴ്സ് തീർക്കാൻ പറ്റും. ഞാനിപ്പോൾ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അവളെ അറിയിക്കും, ഐഡി ഇത് ഈ വാർഡിലുണ്ട്, വായോ പ്രൊസീജിയർ ഉണ്ട്, നമുക്ക് വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്തൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം നെക്സ്റ്റ് ഡേ ഓർ വൈവന്റെ ടൈം ആകുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് വൈവ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും സൈൻ കിട്ടും. ഞങ്ങൾ അങ്ങനെ വേറെ ആരെയും മൈൻഡ് ആക്കാണ്ട് ഞങ്ങൾ വേഗം പ്രൊസീജിയേഴ്സ് ചെയ്ത് തീർക്കും. എനിക്ക് മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കണം, നിങ്ങൾ നല്ലനോ അല്ലെ അവൾ നിൽക്കട്ടെ അവൾ വരട്ടെ നല്ല നിൽക്കത്തില്ല ഒരിക്കലും. യു ഹാവ് ടു ബി ഓൺ യുവർ ഓൺ. ഇവിടെ നിങ്ങൾക്ക് ആരും സഹായിക്കാനൊന്നും വരില്ല. പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യമായാലും ഓരോരുത്തർ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ. സോ എപ്പോഴും നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് തീർക്കാണ്ട് അസൈൻമെന്റ് തീർക്കാണ്ടെങ്കിലോ ബാക്കിയുള്ള ആൾക്കാരെ മൈൻഡ് ആക്കാൻ എടുക്കുക. നിങ്ങളത് ചെയ്ത് ആദ്യം തീർക്കാം. പിന്നെ നിങ്ങൾക്ക് ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, എന്തായാലും അവർ നിങ്ങൾ എന്തായാലും വിളിക്കും. അവർ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലോ പ്രൊസീജിയേഴ്സ് തീർക്കാൻ പോകുന്നതിന് അവർ നിങ്ങൾ എന്തായാലും വിളിക്കും. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുക. ആയോ നമുക്ക് ചെയ്യാം, നമുക്ക് വൈവ അറ്റൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുക. എപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ആദ്യം സ്വന്തം കാര്യം മുമ്പിൽ വെക്കുക, എന്നിട്ട് മാത്രം ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം മുമ്പിൽ വെക്കാൻ നോക്കുക. അതെനിക്ക് പറയാനുള്ളത്. മെയിൻലി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പഠിക്കുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കുക, നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുക. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഓൾറെഡി ടെക്സ്റ്റ് ബുക്സ് തരും, അത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. ഞാനൊക്കെ പഠിച്ചെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും PDF അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല. അത് തീരെ പറ്റില്ല, എന്നെ കൊണ്ട് ഈ ടെക്സ്റ്റ് ഫുൾ പഠിച്ചെടുക്കാനാവില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ മാത്രമാണ് ഞാൻ PDF തുറന്ന് പഠിച്ചിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ എത്രത്തോളം പേപ്പറിൽ കണ്ടന്റ് കാണുന്നോ അത്രത്തോളം നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ കുറച്ച് കണ്ടന്റ് കിട്ടിയിട്ട് കഥ എഴുതാൻ പറ്റിയ കഴിവുള്ള എന്നെ പറ്റി കുറേ ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ കൂടുതൽ അങ്ങനെ തട്ടി വിട്ടേക്കാണ് കൂടുതൽ കാര്യങ്ങൾ. നോട്ട് മേക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഫസ്റ്റ് സെമിസ്റ്ററിൽ അനാട്ടമി ഫിസിയോളജിക്ക് ഈ ബുക്ക് കണ്ടു. ഈ ബുക്ക് ഞാൻ ഫുള്ള് നോട്ട് ഉണ്ടാക്കിയതാണ്.
അനാട്ടമി ഫിസിയോളജിൻ്റെ മാത്രം. സോഷ്യോളജി സൈക്കോളജിക്ക് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, സോ ഞാൻ നോട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ ടെക്സ്റ്റ് ചുമ്മാ വായിച്ച് ഇങ്ങനെ വിട്ടതാണ്. ബട്ട് നിങ്ങൾ ഒരു നോട്ട്, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ അനാട്ടമി ഫിസിയോളജിക്ക് നോട്ട് ഉണ്ടാക്കുക സ്വന്തമായിട്ട്. ടെക്സ്റ്റിൽ ആടെ ഇവിടെ ചുമ്മാ മാർക്ക് ചെയ്യാണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി പഠിക്കുന്ന ഏറ്റവും കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, സോ എനിക്ക് ടെക്സ്റ്റ് നോക്കി പഠിക്കുന്ന തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. യൂട്രസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ്, യൂട്രസിൻ്റെ പാർട്സ് അനാട്ടമി ആണ് കേട്ടോ. സോ ആദ്യം ഞാൻ യൂട്രസിനെ പറ്റി ഒരു ബേസിക് ഇൻഫർമേഷൻ കൊടുത്തു. എന്താണ് യൂട്രസ്? യൂട്രസ് 2 മേജർ പാർട്സ്, എക്സ്പാൻഡഡ്, സുപ്പീരിയർ, ടൂത്തഡ്. ഇപ്പം ഒന്ന് മനസ്സിലായിരുന്നു. സോ യൂട്രസിന്റെ പാർട്സ് ആണ് ആദ്യം ഡിസ്ക്രൈബ് ചെയ്തത്, അതായത് ഫണ്ടസ്, സെർവിക്സ്, പിന്നെ സുപ്രാവജനൽ പാർട്ട്, ഇൻഫ്രാവജനൽ പാർട്ട്. യൂട്രസിന്റെ ചിത്രം ഞാൻ വലിയ വരച്ചില്ല, ജസ്റ്റ് പഠിക്കുന്ന ടൈമിൽ ഞാൻ റെഫർ ചെയ്തിട്ട് ചുമ്മാ പെൻസിലോ കാണുന്നത് ചുമ്മാ ജസ്റ്റ് റഫ് പോലെ വരച്ചുള്ളൂ. ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സാമിന്റെ ടൈമിലകത്ത് പറ്റിയൊരു തെറ്റാണ്. ഞാൻ ഡയഗ്രാം എടുക്കാൻ 30 മിനിറ്റ് എടുത്തു. ഭയങ്കര സ്റ്റേഡ് ആയിട്ട് ഡയഗ്രാം വരച്ചു. തൈറോയിഡ് ഗ്ലാൻഡായിട്ട് വരച്ചത്. തൈറോയിഡിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന് അത്ര പഠിക്കേണ്ട വരച്ചു. പഠിച്ചത് ഓർമ്മയിലുള്ള സാധനമാണ് ഞാൻ എഴുതി കൊടുത്തത്. സോ എനിക്ക് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ജസ്റ്റ് യൂട്രസിന്റെ എന്തെങ്കിലും ഒരു ഓർഗന്റെ ഒരു ഇത് നിങ്ങൾക്ക് ഡയഗ്രാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് സ്ട്രക്ചർ ആയി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊന്നും അല്ലെങ്കിൽ ഭയങ്കര ഡെഫിനിഷൻ ഒന്നും വരക്കണ്ട. ഡയഗ്രത്തിനല്ലാതെ ഒരു മാർക്കം കണ്ടേ ഉള്ളൂ, 1-2 മാർക്കം കണ്ടേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് അതിന് ഏതൊക്കെ എന്തൊക്കെ ലൊക്കേഷൻസ് കൊടുക്കുക, റഫായിട്ട് വരക്കേണ്ട രീതിക്ക് മാത്രം പഠിക്കുക. 5 മിനിറ്റിൽ ഡയഗ്രാം വെച്ചത് വെക്കാം, ബാക്കി ഫുള്ള് നിങ്ങൾക്ക് കണ്ടന്റ് ചെയ്ത്. പിന്നെ അതിന്റെ റിലേഷൻസ് എഴുതാം. ഓക്കെ, ഏതൊക്കെ ഓർഗൻസ് ആയിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ബ്ലഡ് സപ്ലൈ. ഞാൻ പക്ഷേങ്കിൽ ഇത് എന്റേതായിട്ടുള്ള നോട്ട് രീതിയാണ്. നിങ്ങൾക്ക് മെയിൻലി ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ അതിന്റെ ബ്ലഡ് സപ്ലൈ ചെയ്യുക, പിന്നെ അതിന്റെ റിലേറ്റഡ് ഓർഗൻസ്, പിന്നെ ഏതൊക്കെ ഓർഗൻസിനാണ് അതിന് ഫംഗ്ഷൻ ചെയ്യുന്നത്, എന്തൊക്കെ ഹോർമോണൽ പ്രസന്റ് ആണ്, എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട് യൂട്രസിന്, അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ലെയേഴ്സ് ഉണ്ട്, ലെയേഴ്സിന്റെ പേര് എന്തൊക്കെയാണ്, ലെയേഴ്സിന് എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്, ഓരോ ലെയേഴ്സ് എന്തിനാണ് ഉപകാരപ്പെടുന്നത്, അങ്ങനെയൊക്കെ പ്രസന്റിംഗ് പാർട്സ്, റിലേഷൻസ്, ഇതൊക്കെ. ഞാൻ ഏകദേശം 10 പേജ് കണ്ട് ഈ ഒരു ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇത്രയൊന്നും ആവശ്യമില്ല, ബട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ നോട്ട് ഉണ്ടാക്കുക. അതിനകത്തൊരു പകുതി മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. പക്ഷെ ആവറേജ് എന്നെ പോലത്തെ ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ നോട്ട്സ് മേക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. വലിയ മാർക്ക് കാണാൻ പറ്റില്ല, പാസ്സാവാൻ പറ്റും. സോ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, പിന്നെ ആർട്ടീരിയൽ സപ്ലൈ, അപ്ലൈഡ് അനാട്ടമി. അപ്ലൈഡ് അനാട്ടമി തന്നെ സംഭവമുണ്ട്, അത് എന്തായാലും പഠിക്കണം കേട്ടോ. ഓൾവേസ് നോട്ട് അപ്ലൈഡ് അനാട്ടമി പഠിക്കണം. എല്ലാ ഓർഗന്റെയും എന്തെങ്കിലും 1-2 മാർക്കെല്ലാം കിട്ടാറ്. നമ്മൾ അപ്ലൈഡ് അനാട്ടമിയാണ് പഠിക്കുന്നത്. സോ അപ്ലൈഡ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഈ അനാട്ടമി ഫിസിയോളജി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ആ ഒരു സാധനം നിങ്ങൾ പഠിക്കണം, എന്തിനാണ് ഓർഗൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇതിൽ ഞാനതും എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ ഓർഗനൊന്നും ഞാൻ ഇതിൽ എഴുതിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ പഠിച്ചത് പാസ് ആവാൻ വേണ്ടി. കാരണം എന്നെക്കൊണ്ട് പറ്റില്ലെന്നില്ലായിരുന്നു. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുള്ള് പഠിച്ചിട്ടാണ് എനിക്ക് ബി പാസ് കിട്ടിയത്. അതിന് എന്തോ ബാക്കിയായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ പാസ്സാവും. ക്ലിനിക്കൽ പ്രാക്ടിക്കൽസിന്റെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാംസ് നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിന്റെ അവസാനത്തായിരിക്കും ഉണ്ടാവുക. എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ ഉണ്ടാകുന്ന സ്പീഡ്, എഴുതുന്ന സ്പീഡ്. 1 മണിക്കൂറിനുള്ളിൽ ഹിസ്റ്ററി കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. പേഷ്യന്റ് ഇൻഫർമേഷന്, ഫിസിക്കൽ എക്സാമിനേഷൻ, പ്രോബ്ലംസ് ആൻഡ് നീഡ്സ്, 3 കെയർ പ്ലാൻ, ഇതൊക്കെ എഴുതണം. അത് എളുപ്പമുള്ള കാര്യമല്ല. സോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡാണ്. അതായത് 45 മിനിറ്റിനുള്ളിലാണ്. ചില സ്ഥലത്ത് 1 അവർ കിട്ടും, ചില സ്ഥലത്ത് 45 കിട്ടുള്ളൂ. 45 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. സോ ഇൻക്രീസ് യുവർ സ്പീഡ്. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഓസ്കി ഉണ്ടാവും. ഓസ്കി എന്ന് പറയുന്നത് നമുക്ക് സ്കിൽ ലാബിൽ നടത്തുന്ന എക്സാമാണ്. നിങ്ങൾ കോളേജിൽ പോയി തുടങ്ങുമ്പോൾ ഇതിനോട് ഓറിയൻ്റ് ആയി തുടങ്ങും. ഇപ്പം ഞാൻ പറയുമ്പോൾ എന്താ പറയുന്നത്, എന്തെന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ കോളേജിൽ പോയി തുടങ്ങി വൺസ് യു ഗെറ്റ് ഓറിയൻറ്റഡ് ഓൾ ദിസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ പറയുന്നതെന്ന്. സോ പ്രാക്ടിക്കൽ എക്സാംസ് മെനക്കെടുക, കഷ്ടപ്പെടുക, പഠിക്കുക. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്പീഡാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ചുമ്മാ നഴ്സിംഗ് കെയർ പ്ലാൻസും ഡയഗ്നോസിസ് ഒക്കെ നോക്കി വെക്കുക. കുറച്ച് നഴ്സിംഗ് ഡയഗ്നോസിസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും ചെയ്ത് വിടണമല്ലോ. സോ അതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ട് ചെല്ലുക. ഓസ്കി അത്ര കഷ്ടപ്പാടില്ല, കുഴപ്പമില്ല. പക്ഷേങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്ക് നിങ്ങൾ അറിയെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഫൈനലി ലെറ്റ് മീ ടോക്ക് അബൌട്ട് മൈ എക്സ്പീരിയൻസ്. ഞാൻ നഴ്സിംഗ് എടുത്തത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഒരു പാർട്ട് യെസ്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് വേറെ കോഴ്സുകൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ടായിട്ട് ഞാൻ നഴ്സിംഗ് എടുത്തത് എനിക്ക് നല്ലൊരു രീതിക്ക് എത്തണം ഉള്ളതുകൊണ്ടാണ്. ആ ഒരു പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. പക്ഷേങ്കിൽ ഞാൻ ഒന്നും അറിയാണ്ടാണ് നഴ്സിംഗ് എടുത്തത്. എത്രത്തോളം പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സംടൈംസ് ഐ റിഗ്രറ്റ്. ആദ്യമൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഓപ്പൺലി പറയുകയാണെങ്കിൽ എൻ്റെ 12 വർഷത്തെ സ്കൂൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ 2nd സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് ഒരു ഹോസ്റ്റലായിരുന്നു. അപ്പം പോലും ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ പേരിലോ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ നഴ്സിംഗ് എടുത്തതിന് ശേഷം എൻ്റെ ഫസ്റ്റ് സെം എക്സാം വന്ന ടൈമിൽ ഞാൻ ആദ്യമായിട്ട് കരഞ്ഞു. പഠിക്കാൻ പറ്റാത്തതുകൊണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടഫായിരിക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും, പോസ്റ്റ് എടുത്ത് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞത് ആദ്യമായിട്ടാണ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ എക്സാമിന് പോകുന്ന രാത്രി, അതായത് നാളെ എക്സാമാണ്, ഞാൻ ഉറങ്ങുന്നത് പുലർച്ചെ 4 മണിക്ക്. സോ എനിക്കിപ്പോൾ വരുന്ന പിള്ളേരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊടുക്കാണ്, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. എനിക്ക്
റിഗ്രറ്റ് വന്നതിൻ്റെ ഒരു മെയിൻ കാരണം അതാണ്. എനിക്ക് ഒരിക്കലും കരയാത്ത ഞാൻ എന്നെ കരയിപ്പിച്ചത് ഈ ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റിലേക്ക് ഞാൻ വെച്ചിട്ട്, എന്നിട്ട് ഞാൻ പഠിച്ചില്ല. സെക്കൻഡ് സെമസ്റ്ററിൽ ഞാൻ ലാസ്റ്റേക്ക് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചു തീർക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. വൈ ചൂസിങ് ഫ്രണ്ട്സ്, ഓൾവേസ് ബി അവെയർ ഹൂ യു ആർ ചൂസിങ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരോട് ഷെയർ ചെയ്യാണ്ട് നിൽക്കുക. സ്വന്തം കാര്യങ്ങളായാലും ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമായാലും ഡു നോട്ട് ഷെയർ വിത്ത് എനിബഡി. എല്ലാം സ്വന്തമായിട്ട് ഉള്ളിൽ വെക്കുക. എന്ത് കാര്യമെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും വിഷമങ്ങളൊക്കെ തോന്നുമ്പോൾ ഷെയർ ഇട്ട് തിരിപടിയില്ല. ഓക്കെ, ബിക്കോസ് എപ്പോഴും നിങ്ങളെ കൊണ്ടെല്ലാം താങ്ങി നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തായാലും ആരോടെങ്കിലും എന്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകുള്ളൂ. കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള വിൽ പവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാവണം. ആൻഡ് ഐ നോ യു വിൽ ഹാവ് ദാറ്റ്. ഓക്കെ, ടൈം മാനേജ് ചെയ്ത് പഠിക്കുക, ടൈം മാനേജ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾ ഡെയിലി കുറച്ച് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഓരോ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ കുറച്ച് പഠിച്ച് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഞാൻ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ആസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് എനിക്ക് സത്യം പറയുന്നത് നല്ല കഷ്ടപ്പാടുണ്ട്. എന്നെ പോലത്തെ കുറേ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും. ബട്ട് യു ക്യാൻ ഓൾ ഡു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായാലും നല്ല നിലയിലെത്തുന്നത് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വേണം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. സോ പ്ലീസ് ഡു നോട്ട് ഫെയിൽ ഹോപ്പ് ഓഫ് യുവർ സെൽഫ്. പിന്നെ സ്വന്തം പാരൻസിനെ പറ്റി ആലോചിക്കുക. ഇമാജിൻ അവരെ നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ നല്ല നിലയിലെത്തണമെന്നും അവരെത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരെയും ആലോചിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. ഇഫ് യു എനിബഡി വാണ്ട്സ് എനി സപ്പോർട്ട്, I will always be here for you. You are open to text me in my Instagram account. എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. യു ക്യാൻ ഓൾവേസ് ടെക്സ്റ്റ് മീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എനിത്തിങ്. എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ ഇടുന്നതായിരിക്കും. പിന്നെ പ്ലീസ് കം ടു മീ ഇഫ് യു ഫീൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ തോന്നണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ടു മീ. ഐ വിൽ ബി ഹിയർ. ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് ലവ്സ്.